ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഇതായിരുന്നു. എന്തൊക്കെ ഫാക്ടേഴ്സാണ് പ്ലാന്റ് ലേഔട്ട് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ടതെന്നായിരുന്നു പറഞ്ഞു നിർത്തിയത്. അതായത് ഡിസൈൻ ഓഫ് ദ ബിൽഡിങ്ങും ടൈപ്പ് ഓഫ് ദി മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷനും ടൈപ്പ് ഓഫ് ബിൽഡിങ്ങും ആയിരുന്നു പറഞ്ഞു നിർത്തിയത്. അതിൽ ഡിസൈൻ ഓഫ് ദ ബിൽഡിംഗ് എന്താണെന്നുള്ളതും അതായത് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. കുറച്ചധികം എക്സ്പ്ലനേഷൻസ് ഞാൻ പറയും, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം എന്താണ് ഡിസൈൻ ഓഫ് ദ ബിൽഡിംഗ് എന്നുള്ളത്? ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ ഒരു ഓപ്പറേഷൻസിൻ്റെ ഒരു ഫങ്ഷണൽ സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് അത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും വെൽ ഡിസൈൻഡ് ആയിരിക്കണം നമ്മളെ ബിൽഡിംഗ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ വെൽ ഡിസൈൻഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വേണം? അത്രയും സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് മീൻസ് എന്താണ്? വിത്ത്സ്റ്റാൻഡ് ദ ഡാമേജ് ഡ്യൂ ടു സൺ, storm, weather, fire, floods, earthquakes and so നാച്ചുറൽ കലാമിറ്റീസ്, എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഫ്യൂച്ചറിൽ വരുമ്പം മാക്സിമം അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഉറപ്പോട് കൂടിയിട്ടായിരിക്കണം നമ്മളെ ബിൽഡിങ്ങിനെ സെറ്റ് ചെയ്യേണ്ടത്. അത്രയും സ്ട്രോങ് ആയിരിക്കണം നമ്മൾ ബിൽഡിങ്ങിനെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബിൽഡിങ് അത്രയും വെൽ ഡിസൈൻഡ് ആവണമെങ്കിൽ ചില ഫാക്ടേഴ്സ് ഇതിനകത്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടേഴ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യണം. അതായത് ലഞ്ച് റൂംസ്, കഫ്റ്റീരിയ, ദെൻ ലോക്കർ റൂംസ്, ക്രഞ്ചസ്, ലൈബ്രറീസ്, ഫസ്റ്റ് എയ്ഡ് റൂം, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഫെസിലിറ്റീസ്. അപ്പോൾ ഇത്തരത്തിൽ പല കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ അതിനകത്തുള്ള ഫെസിലിറ്റീസിനെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഫാക്ടറി പ്രോപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ബിൽഡിങ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് ഭാവിയിൽ ഉണ്ടാകുമെന്ന് മനസ്സ് കണ്ടുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബിൽഡിങ് ഉണ്ടാക്കേണ്ടത്. അഥവാ നമ്മൾ ഉണ്ടാക്കുന്നത് അത്രത്തോളം എക്കണോമിക്കലി ഫീസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചേഞ്ചസ് വരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചേഞ്ചസ് വരുത്താൻ പാകപ്പെടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡിംഗ് ഉണ്ടാക്കണം. സോ ഇറ്റ് ഈസ് നെസസറി ടു കൺസ്ട്രക്ട് ദ ബിൽഡിംഗ് വിത്ത് ദ ചേഞ്ചസ് വാട്ട് ഇറ്റ് കംസ് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലാർജ് വിഡ്ത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ലാർജ് വിഡ്ത്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും ഒഴിവാക്കണം. അതായത് നമ്മൾ ഹീറ്റിങ്ങും പ്ലംബിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ സ്ട്രെസ് വാക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഹൈറേഞ്ച് മാളിനൊക്കെ നിങ്ങളൊക്കെ എടുത്തു നോക്കുക, ആദ്യം കുറച്ചുണ്ടായിരുന്നു, പിന്നെ അതിൽ കൂടുതൽ അങ്ങനെ ബിൽഡിംഗ് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കോളേജിന് എടുത്ത് നോക്കിയാലും ആദ്യം വന്നു, പിന്നെ അത് അടുത്ത ബിൽഡിംഗ്, പിന്നെ നമ്മൾ അതായത് ഫ്യൂച്ചറിലേക്ക് അതിനെ വലുതാക്കാം എന്നുള്ള രീതിയിൽ പാകപ്പെടുത്തിയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എപ്പോഴും ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ കിണറൊക്കെ നമുക്കറിയാം, വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വീടിനോട് അടുപ്പിച്ച് കിണറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വീടിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കിണർ കുറച്ച് വിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ സ്ലാബൊക്കെ ഇട്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യം, അതായത് ഭാവിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതും കൂടി മനസ്സിൽ കണ്ടിട്ട് അതിൻ്റെ തടസ്സങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കൺസ്ട്രക്റ്റ് ചെയ്യണം. രണ്ടാമതാണ് പ്രോഡക്റ്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. നമ്മൾ എന്ത് പ്രോഡക്റ്റ്, വാട്ട് ദ ടൈപ്പ് ഓഫ് ദി പ്രോഡക്റ്റ്, അത് നമ്മൾ നോട്ട് ചെയ്തിട്ട് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫ്ലോർ വേണം, എങ്ങനത്തെ കോളം സ്പേസിങ് വേണം, എങ്ങനത്തെ സെല്ലിങ് വേണം, എങ്ങനത്തെ ഹീറ്റിംഗ് വേണം, എങ്ങനത്തെ എയർ കണ്ടീഷനിങ് വേണം. അതുപോലെ തന്നെ നമ്മൾ പ്രോഡക്റ്റ് ഹെവി വെയ്റ്റഡ് ആണോ, അങ്ങനെയാണെങ്കിൽ നമ്മളെ ബിൽഡിംഗ് ഒന്നും കൂടി സ്ട്രോങ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എങ്ങനത്തതായിരിക്കണം, എങ്ങനത്തെ ഫാക്ടറി ബിൽഡിംഗ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു ഫോർട്ട് ഷോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീലിംഗ് ഒക്കെ അത്രയും ക്ലിയറൻസ് ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അതുപോലെ തന്നെ എപ്പോഴും മെഷീൻസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അതിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡ് ഡോർസൊക്കെ എന്ത് ചെയ്യണം, അത്രയും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം.
അതുപോലെ തന്നെ ഈ മൂവ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ലാർജ് സ്പേസൊക്കെ വേണ്ടി ഇപ്പം മെഷീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുക അങ്ങനത്തൊക്കെ ആണെങ്കിൽ സ്പേസൊക്കെ വേണ്ടി അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു ഫെസിലിറ്റീസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രോഡക്റ്റ് ഫെസിലിറ്റീസൊക്കെ നമ്മൾ ബില്ലിങ് ചെയ്യുന്ന സമയത്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ പ്രോഡക്റ്റ് എങ്ങനത്തെ ആണോ എക്യുപ്മെൻറ്റ് എങ്ങനത്തതാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഉള്ളതാണോ. ഇപ്പോൾ പ്രോഡക്റ്റ് പറയുമ്പോൾ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഹെവി ആണോ എന്ന് നമ്മൾ ബേസിക്കലി നോക്കുക. എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ എക്യുപ്മെൻറ്റ്സിന് മൂവ്മെൻറ്റ്സ് വരുന്ന സ്ഥാപനങ്ങളാണോ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നോക്കിയതിന് ശേഷം ഇതും കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ബിൽഡിങ് ഡിസൈൻ ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് തേർഡ് വണ്ണാണ് എക്സ്പാൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രോത്തും എക്സ്പാൻഷനും സ്വാഭാവികമാണ് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ആ സ്ഥാപനത്തിൻ്റെ ഡെവലപ്മെൻറ്റാണ്, അത് ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രോസ്പെരിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഫാക്ടറി ബിൽഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്രോഗ്രാമൊക്കെ നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കൂടി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പാൻഡബിലിറ്റി ചെയ്യുന്ന സമയത്ത്, ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് വണ്ണാണ് ദ ലാൻഡ് വിച്ച് ഈസ് ടു ബി ഓക്കുപ്പൈഡ് ഷുഡ് ബി സഫിഷ്യൻറ്റ് ഇനഫ് ടു അക്കോമഡേറ്റ് ദ പ്രസൻറ്റ് ഫാക്ടറി ആക്ടിവിറ്റീസ് ആൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഇപ്പം നമുക്ക് നിലവിൽ ചെയ്യേണ്ട കാര്യം ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള കാര്യത്തിനുള്ള അക്കോമഡേഷൻ നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കണം. പ്രോബബിലിറ്റി ദ ഡിസൈൻ ഓഫ് ബിൽഡിംഗ് ഷുഡ് ബി ഇൻ റെക്ടാങ്കുലർ ഷേപ്പ്. It facilitates expansion of any side through northward expansion is not considered. അപ്പോൾ നമുക്ക് റെക്ടാങ്കുലർ ഷേപ്പിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം എക്സ്പാൻഷൻ നടത്താൻ പറ്റും. നമുക്കൊരു നോർത്ത് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു കൺസിഡർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. സോ എപ്പോഴും എന്താണ്, ഈ എക്സ്പാൻഷൻ ഈസ് വെർട്ടിക്കൽ സ്ട്രോങ് ഫൗണ്ടേഷൻ ഷുഡ് ബി ലേഡ് ഡൗൺ. നമ്മൾ വെർട്ടിക്കൽ അതായത് മേലക്കായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ എന്തായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ചെറിയൊരു ഇതിട്ടുകൊണ്ടൊന്നും തറ ഇടാൻ പറ്റില്ല, എന്ത് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ചുള്ള നമ്മൾ ബെൽറ്റൊക്കെ ഇട്ടിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ ഫില്ലറൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും വെർട്ടിക്കലായിട്ട് നമ്മൾ ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ. നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് നമ്മൾ എക്സ്പാൻഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ സൈഡ് വാൾസ് എന്ത് ചെയ്യണം, നമ്മൾ ഭയങ്കര ഇതുള്ളതായിട്ട് വെക്കാൻ പാടില്ല. നമുക്ക് എന്താണ് കുറച്ചും കൂടി ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈഡ് വാൾസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതെടുക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലും വാളിങ്ങനെ പൊളിക്കുക, അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ലെവലിൽ എക്സ്പാൻഷൻ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തേതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്താണ്, കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽ ഹാൻഡ്ലിങ് നമ്മൾ അവിടെ നടത്തണം. അതായത് സഫിഷ്യൻറ്റ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു ഗുഡ് മെറ്റീരിയൽ ഹാൻഡ്ലിങ് നമ്മൾ മാനുഫാക്ചറിങ് സൈക്കിൾ ടൈമിൽ നമ്മൾ ചെയ്യണം. അതായത് പ്രൊഡക്ഷൻ ബോട്ടിൽ നെറ്റ്സും അതേപോലെ തന്നെ റെഡ്യൂസ് ദ മെറ്റീരിയൽ ഹാൻഡ്ലിങ് കോസ്റ്റ്. മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ വരുന്ന കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം റെഡ്യൂസ് ചെയ്യണം. ഫാക്ടറി ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻ്റെ എബിലിറ്റീന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ്സ് കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. അടുത്താണ് എംപ്ലോയി ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എന്താണ്, എംപ്ലോയിക്ക് മാക്സിമം മൊറൈൽ, കംഫർട്ട്, പ്രൊഡക്ടിവിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡിസൈനിങ് ചെയ്യേണ്ടത്. അപ്പം ഇനഫ് എംപ്ലോയി ഫെസിലിറ്റീസ് ആർ ടു ബി പ്രൊവൈഡഡ് വൈൽ ഡിസൈനിങ് ദ ബിൽഡിംഗ് ലേ ഔട്ട്. അതുപോലെ തന്നെ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് റൂംസ്, കാഫറ്റീരിയ, വാട്ടർ കൂളർ, പാർക്കിംഗ് ഏരിയാസ്, ക്രഞ്ചസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അടുത്താണ് സർവീസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടൂൾ റൂം, അതുപോലെ തന്നെ സൂപ്പർവൈസറിന് ഓഫീസ്, മെയിൻ്റനൻസ് റൂം, റിസീവിംഗ് ആൻഡ് ഡിസ്പാച്ചിങ് സ്റ്റേഷൻസ്, സ്റ്റോക്ക് റൂംസ്, ഫെസിലിറ്റീസ് ഫോർ ഗാർബേജ് ഡിസ്പോസൽ എക്സെട്ര. സോ ദ ബിൽഡിംഗ് ഡിസൈൻ മസ്റ്റ് ഇൻക്ലൂഡ് all these type of provisions also. Okay, then seventh one, ventilation and lighting. നമുക്കറിയാം, ടു അച്ചീവ് ഹയർ എംപ്ലോയി എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇനഫ് വെന്റിലേഷൻ ആൻഡ് ലൈറ്റ്നിങ് ഷുഡ് ബി പ്രൊവൈഡഡ്. ലൈറ്റ്നിങ് മേ ബി നാച്ചുറൽ ഓർ ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യലി. അതായത് നമുക്ക് വെളിച്ചവും പ്രകാശമൊക്കെ എന്ത് ചെയ്യണം, കിട്ടണം. ഒന്നെങ്കിൽ ജനലുകളൊക്കെ വെച്ചിട്ട് പുറത്തുനിന്ന് വെളിച്ചം കിട്ടണം. ഇനിയിപ്പോൾ ജനലുകളൊക്കെ വെച്ചിട്ട് പുറത്തുനിന്ന് വെളിച്ചം കിട്ടാനുള്ള ചാൻസസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യലി നമ്മളവിടെ ലൈറ്റ്സും ട്യൂബ്സും, ഇപ്പം നമുക്ക് പുറത്ത് ജനലും ഇതൊന്നും തുറന്നിടാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മൾ എംപ്ലോയീസിന് സൗകര്യമുള്ള രീതിയിലല്ലാത്ത രീതിയിലാണ് നമ്മളെ ബിൽഡിങ്ങിൻ്റെ ക്രിയേഷൻ എന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് അത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ എന്തെങ്കിലും അവർക്ക് പറ്റില്ല. അപ്പം അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാക്കി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വണ്ണാണ് സെക്യൂരിറ്റി. നമുക്കറിയാം
എപ്പോഴും എന്താണ് സഫീഷ്യൻറ്റ് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് ഈസ് ടു ബി പ്രൊവൈഡഡ് എഗെയിൻസ്റ്റ് തെഫ്റ്റ്. മോഷണം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ നടത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഗേറ്റിൻ്റെ അടുത്ത് ആരെ വെക്കും, ഒരു വാച്ച്മാനെ പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫെൻസസ് വെക്കും, അതായത് ചെറിയ ചെറിയ മതിലുകൾ പോലെ ഇങ്ങനെ നമ്മൾ കണ്ടില്ലേ വടി പോലെ അങ്ങനെ വെക്കും. അല്ലെങ്കിൽ ഗാർഡ് ഹൗസ് വെക്കും. അതുപോലെ തന്നെ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ വെക്കും, CCTV ഒക്കെ നമ്മൾ എന്ത് ചെയ്യും വെക്കും. ഇതൊക്കെ എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. എന്നാൽ അവിടെ വരുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഒക്കെ ഒരു സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതും കൂടി എന്താണ്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്താണ് പ്രൊട്ടക്ഷൻ. നമുക്കറിയാം, ഒരു പ്രോപ്പർട്ടി, ഒരു ഓർഗനൈസേഷൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും കൂടി ആർക്കുണ്ട്, അത് ഉണ്ടാക്കുന്ന ആളുകൾക്കുണ്ട്. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എംപ്ലോയീസിൻ്റെ എന്തൊക്കെ ഫ്ലഡ്, ഫയർ, എർത്ത് ക്യൂക്ക്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫയർ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫയർ പ്രൊട്ടക്ഷൻ നമ്മൾ നടത്തണം. അതുപോലെ ഫയർ പ്രൊട്ടക്ഷൻ മീൻസ് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഫയർ അലാറംസ് വെക്കാം, സ്പ്രിങ്കിൾ ഫെസിലിറ്റീസ് വെക്കാം, ഫയർ എസ്കേപ്പ് മെക്കാനിസം വെക്കാം, സേഫ്റ്റി ലൈറ്റ്സുകൾ നമുക്ക് വെക്കാൻ പറ്റും. അതിൻ്റെ ഒക്കെ പുറമെ എന്താണ്, നമുക്ക് എപ്പോഴും ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭാവിയിലേക്ക് നമ്മളൊരു ഹുറിക്കാൻസ് ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്നുള്ള അതിൻ്റെ പ്രൊവിഷൻ കൂടി നമ്മൾ കണ്ടിട്ട് വേണം നമ്മളെപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഒരു ബിൽഡിങ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പം ഈ എപ്പോഴും നമ്മളെന്താണ് പ്രൊട്ടക്ഷനും കൂടി ഉറപ്പ് വരുത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ ബിൽഡിങ് ഡിസൈൻ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് 10th വണ്ണാണ് സൈറ്റ്. നമുക്കറിയാം, നമ്മൾ സെലക്ട് ചെയ്യുന്ന സൈറ്റ്, നമ്മൾ ഫാക്ടറി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന സൈറ്റ് എപ്പോഴും എന്ത് ചെയ്യണം, മറ്റുള്ള ഒരു ഫാക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള സൈറ്റായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇഫ് എ സൈറ്റ് ഈസ് സെലക്റ്റഡ് ഇൻ എ സിറ്റി, ഫേം ഫൗണ്ടേഷൻ ഷുഡ് ബി ഡൺ ഇൻ വ്യൂ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഓഫ് എ വെർട്ടിക്കൽ ടൈപ്പ്. മേലക്ക് കയറ്റാവുന്ന രീതിയിൽ ഭാവിയിൽ അതെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആക്കിയിട്ടായിരിക്കണം നമ്മൾ സിറ്റിയിൽ എടുക്കേണ്ടത്. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ വില്ലേജിലാണ് എടുക്കണമെങ്കിൽ എന്താണ്, അതിന് എന്താണ് സഫീഷ്യൻറ്റ് സ്പേസ് എന്താണ് എക്സ്പാൻഷൻ നമ്മൾ അവൈലബിൾ ആക്കണം. അതിനെന്ത് ചെയ്യണം, അതേപോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷന് അത്ര തന്നെ എന്താണ് നെസസറി ആയിട്ട് വേണം എന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കുറച്ചും കൂടി ഫൗണ്ടേഷന് റിക്വയർഡ് ആയിട്ടുള്ള ആ ഒരു ഡെപ്ത്ത് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളതും കൂടി എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് അതിൻ്റെ സോയിലിൽ ഫൗണ്ടേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാനും. അടുത്താണ് ആസ്തെറ്റിക് കൺസിഡറേഷൻ. ആസ്തെറ്റിക് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യണം നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ഫാക്ടറി ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വർക്കിംഗ് ടൈം, അതുപോലെ തന്നെ എംപ്ലോയീസിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കംഫർട്ട് കൊടുക്കണം. ടോപ്പ് പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു എംപ്ലോയീസ് കംഫർട്ട്. ദ ബിൽഡിംഗ് ഷുഡ് ഹാവ് എ സ്റ്റൈലിഷ് അപ്പിയറൻസ്. നല്ല സ്റ്റൈലിഷ് അപ്പിയറൻസ് ഉണ്ടായിരിക്കണം. സ്റ്റൈലിഷ് അപ്പിയറൻസ് എന്തിനു വേണ്ടിയിട്ടാണ്, സ്വാഭാവികമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ടായിരിക്കും, മാനേജേഴ്സിനും എംപ്ലോയീസിനൊക്കെ എന്തായിരിക്കും, അവർക്കൊരു പ്രൈഡ് അല്ലെങ്കിൽ ഒരു പ്രസ്റ്റേജ് ആയിരിക്കും. ഞാൻ ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്താണ്, ആ സ്ഥാപനത്തിൻ്റെ ഭംഗി, അതിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലിനെ, അതേപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഗുഡ് വില്ലിനെ ബൂസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിൻ്റെ മൊറലിനെ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിനെയും എംപ്ലോയീസിന് പ്രസ്റ്റേജും പ്രൈഡിനും എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരു ആസ്തെറ്റിക് കൺസിഡറേഷൻ, ആസ്തെറ്റിക് മീൻസ് സൗന്ദര്യമുള്ളത് അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നമ്മൾ എപ്പോഴും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. ഇനി ഇതിലെ ലാസ്റ്റ് പോയിൻ്റാണ് മെയിൻ്റെനൻസ് ചാർജ്. മെയിൻ്റെനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹെവി എക്സ്പെൻഡിച്ചറൊക്കെ എന്താണ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഫേസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു റെഡ്യൂസ് സച്ച് എക്സ്പെൻസസ്, ഇത്തരത്തിലുള്ള എക്സ്പെൻസസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ദർ ഷുഡ് ബി എ സർട്ടൻ സ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആർ ടു ബി അവോയ്ഡ്. സ്ട്രക്ചറൽ ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജംഗ്ഷൻ ക്യാൻ ബി റൗണ്ടഡ് ഓഫ് ടു അവോയ്ഡ് കോർണർ. ഓരോ കോർണറൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ജംഗ്ഷൻ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഹ്യൂജ് ഡസ്റ്റ് കളക്ഷൻസ് ഒക്കെ എന്താണ് കോർണർ ഒക്കൽ ചെയ്യാൻ
ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡസ്റ്റ് ഇങ്ങനെ മുക്കിലൊക്കെ കൂടിക്കിടന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യാൻ ഓരോ കോർണറും ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ്, ഭാവിയിലേക്കുള്ള വലിയ വലിയ എന്താ പറയുക ചിലവുകൾ ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡിംഗ് ഉണ്ടാക്കുക. കോർണറില്ലാതെ റൗണ്ട് ഷേപ്പിലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ എന്താണ്, ആ കോർണർ മുക്കും മൂലയും വൃത്തിയാക്കാൻ എന്ത് ചെയ്യേണ്ട, നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭാവിയിലേക്കുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള മെയിൻ്റെനൻസ് ചാർജ് ഒഴിവാക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബിൽഡിങ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.